മൈക്രോസോഫ്റ്റ് എക്സലിൽ പിവോട്ട് ടേബിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമുക്ക് നോക്കാം. ഈ കൊടുത്തിരിക്കുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഞാനൊരു സാമ്പിൾ ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട്. 4 ബ്രാഞ്ചുകളിലായി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ഫെബ്രുവരി 1 മുതൽ മാർച്ച് 31 വരെയുള്ള സെയിൽ ഡീറ്റെയിൽസ് ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിൽ ഞാൻ ഡെമോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയിൽ നിന്നും പിവോട്ട് ടേബിൾ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ച് ഏറ്റവും സിമ്പിളായ രീതിയിൽ ഡാറ്റ സമ്മറൈസ് ചെയ്ത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ലൊക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് കാലിക്കറ്റ്, കണ്ണൂർ, പാലക്കാട്, മലപ്പുറം എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. ഐറ്റം എന്നുള്ള സ്ഥലങ്ങളിൽ 3 ഐറ്റമാണ് സെയിൽ ചെയ്തിരിക്കുന്നത്. ഷർട്ട്സ്, സാൻഡൽസ്, ഷൂസ് എന്നാണ് എൻട്രി ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡാറ്റയിൽ നിന്നും നോർമൽ നമ്മൾ സമ്മറി എടുക്കാൻ വേണ്ടിയിട്ട് എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാലിക്കറ്റ് എന്ന ലൊക്കേഷനിൽ സാൻഡൽസ് എന്ന ഐറ്റം എത്ര ക്വാണ്ടിറ്റി സെയിലായിട്ടുണ്ട് അല്ലെങ്കിൽ ടോട്ടൽ എത്ര എമൗണ്ടിന് സെയിലായിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നോർമൽ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഫിൽറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഹെഡിങ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് ഫിൽറ്റർ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് അതിനുശേഷം ലൊക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും കാലിക്കറ്റ് എന്നുള്ളത് ടിക്ക് കൊടുത്ത് താഴെ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഐറ്റം എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് സാൻഡൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഏറ്റവും താഴെ ക്വാണ്ടിറ്റി എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതുപോലെ ടോട്ടൽ എമൗണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും താഴെ സബ് ടോട്ടൽ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. സബ് ടോട്ടൽ എന്ന ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമെന്ന് കരുതുന്നു. അറിയാത്തവർക്ക് വേണ്ടി സബ് ടോട്ടൽ എന്ന ഫംഗ്ഷൻ എക്സലിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫിൽട്ടർ ചെയ്താണ് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നത്. എന്നാൽ പിവോട്ട് ടേബിൾ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ഏറ്റവും സിമ്പിളായ രീതിയിൽ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാതെ ടോട്ടൽ സമ്മറൈസ് വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഈ ഒരു ഫിൽട്ടർ ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിവോട്ട് ടേബിൾ ഇനേബിൾ ചെയ്യുന്നതിന് വേണ്ടി ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സെല്ലിൽ മൗസ് സെലക്ട് ചെയ്ത ശേഷം ടോപ്പിൽ കാണുന്ന ഇൻസേർട്ട് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. പിവോട്ട് ടേബിൾ എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ഫ്രം ടേബിൾ /റേഞ്ച് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു എൻറ്റയർ ഡാറ്റ സെലക്ട് ആയത് കാണാം. ഓപ്പണായി വന്ന പിവോട്ട് ടേബിൾ ഫ്രം ടേബിൾ ഓർ റേഞ്ച് എന്നുള്ള ഈ ഒരു വിൻഡോയിൽ ഈ ഒരു വർക്ക്ഷീറ്റിൽ തന്നെ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. പുതിയൊരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂ വർക്ക്ഷീറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം തന്നെ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഷീറ്റ് 1 എന്ന പുതിയൊരു വർക്ക്ഷീറ്റ് ഇനേബിൾ ആയത് കാണാം. ഈ ഒരു വർക്ക്ഷീറ്റിൽ പിവോട്ട് ടേബിൾ ഫീൽഡ്സ് എന്നുള്ള ഒരു ഭാഗം ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. നമ്മൾ ഡാറ്റ എൻട്രി ചെയ്തിരുന്ന ആ ഒരു എക്സൽ വർക്ക്ഷീറ്റിലെ ഹെഡിങ് കൊടുത്തിരുന്ന ഭാഗങ്ങളെല്ലാം ആ ഒരു സെയിം ഓർഡറിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. പിവോട്ട് ടേബിൾ ഫീൽഡ്സ് എന്നുള്ള ഈ ഒരു ഭാഗം വ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് എൻലാർജ് ചെയ്തിട്ടുണ്ട്. പിവോട്ട് ടേബിൾ ഫീൽഡ്സ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് 4 ഏരിയ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഫിൽറ്റേഴ്സ് എന്നും കോളംസ് എന്നും റോസ് എന്നും വാല്യൂസ് എന്നും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഫിൽറ്റേഴ്സ് എന്നുള്ളത് പിവോട്ട് ടേബിളിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓരോ ലൊക്കേഷൻ ബേസ് ചെയ്ത് നടന്ന സെയിൽസ് സമ്മറിയുടെ ഡീറ്റെയിൽസ് എടുത്ത ശേഷം ഞാൻ ഫിൽറ്റർ ചെയ്ത് കാണിക്കാം. കോളംസ് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റകൾ കോളം വൈസ് ഡിസ്പ്ലേ ചെയ്യുന്നതിനും റോസ് എന്നുള്ളത് ഡ്രോപ്പ് ചെയ്യുന്ന ഡാറ്റകൾ റോയിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. വാല്യൂസ് എന്നുള്ള ഭാഗത്ത് നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ കാലിക്കറ്റ് എന്ന ലൊക്കേഷനിലെ സെയിൽസ് സമ്മറി എടുക്കുന്നതിന് വേണ്ടി ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് ഫിൽട്ടർ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതുപോലെ ലൊക്കേഷൻ എന്നുള്ള ഭാഗം നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ലൊക്കേഷൻ എന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഡ്രാഗ് ചെയ്ത് റോസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റോ ലേബിൾസ് എന്നുള്ള ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തതായിട്ട്. ഈ ഒരു ഹെഡിങ്ങിന് താഴെ നമ്മൾ എൻട്രി ചെയ്തിരുന്ന ആ ഒരു 4 ലൊക്കേഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. വ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റ് ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലൊക്കേഷൻ എന്നുള്ള ഈ ഒരു ടൈറ്റിൽ
റോസ് എന്നുള്ള ഭാഗത്ത് ഡ്രോപ്പ് ചെയ്തതെന്ന് ഞാൻ കാണിക്കാം. ഈ ഒരു ലൊക്കേഷൻ എന്നുള്ളത് കോളം എന്നുള്ള ഈ ഒരു ഫീൽഡിൽ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി ചെയ്തിരിക്കുന്ന ആ ഒരു ലൊക്കേഷനെല്ലാം കോളങ്ങളിലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഡാറ്റ സമ്മറി ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത് റോയിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്താണ്. ഈ ഒരു ലൊക്കേഷൻ എന്നുള്ളത് റോ എന്നുള്ള സ്ഥലത്തേക്ക് തന്നെ ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓരോ ലൊക്കേഷനിലും എത്ര സെയിൽ നടന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. അതിനു വേണ്ടിയിട്ട് ടോട്ടൽ എന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ ലൊക്കേഷന് നേരെയും സം ഓഫ് ടോട്ടൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഓരോ ലൊക്കേഷനിലും നടന്ന സെയിൽ ക്വാണ്ടിറ്റിയാണ് അറിയേണ്ടത്. അതിനു വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി എന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സം ഓഫ് ടോട്ടൽ എന്നുള്ള കോളത്തിന് തൊട്ടടുത്തായി സം ഓഫ് ക്വാണ്ടിറ്റി എന്നുള്ള ഭാഗവും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ക്വാണ്ടിറ്റി എന്നുള്ളത് ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഡ്രാഗ് ചെയ്ത് ഞാൻ മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ ഒരു 4 ലൊക്കേഷനിലും ഏത് ബ്രാൻഡുകളാണ് സെയിലായത് എന്നറിയുന്നതിന് വേണ്ടി ബ്രാൻഡ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് റോസ് എന്നുള്ള ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഡാറ്റയിൽ ഓരോ ലൊക്കേഷനിലും ഏതെല്ലാം ബ്രാൻഡുകളാണ് സെയിലായതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു വാല്യൂ കറക്റ്റ് വാല്യൂ തന്നെയാണോ കിട്ടിയിരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാലിക്കറ്റ് എന്ന ലൊക്കേഷനിലെ അലൻസോലി എന്ന പ്രൊഡക്റ്റ് സെയിൽ ക്വാണ്ടിറ്റി 9 എന്നും ടോട്ടൽ എമൗണ്ട് എന്നുള്ളത് 16,200 എന്നാണ് പിവോട്ട് ടേബിളിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന മാസ്റ്റർ ഫയൽ ഫിൽട്ടർ ചെയ്ത് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഡാറ്റ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തെ ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് കാലിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ബ്രാൻഡ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് അലൻസോലി എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ക്വാണ്ടിറ്റി എന്നുള്ള സ്ഥലത്ത് 9 എന്നും ടോട്ടൽ സെയിൽ എന്നുള്ള ഈ ഒരു ഭാഗത്ത് 16,200 എന്നും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. പിവോട്ട് ടേബിൾ വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സെയിം വാല്യൂ തന്നെയാണ് ഈ ഒരു ഭാഗത്തും ഡിസ്പ്ലേ ചെയ്യുന്നത്. പിവോട്ട് ടേബിൾ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്ത് താഴെ ഓപ്പൺ ആയി വന്ന ഈ ഒരു ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു ഡാറ്റയിൽ ഓരോ ഡേറ്റ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ മാസത്തെ സെയിൽസ് സമ്മറി എടുക്കുന്നതിന് വേണ്ടി ഡേറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്ത് കോളംസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ വാല്യൂസ് സെപ്പറേറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഫെബ്രുവരി എന്ന് ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്ലസ് ഐക്കൺ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫെബ്രുവരി മാസത്തെ ഓരോ ദിവസങ്ങളിലെ സ്റ്റാറ്റസ് കോളങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഡേ ബൈ ഡേ സമ്മറി ഡിസ്പ്ലേ ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് മുകളിലേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഫിൽട്ടർ എന്നുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് പിവോട്ട് ടേബിളിൽ ഉപയോഗിക്കുന്നത് നോക്കാം. ഐറ്റം എന്നുള്ള ഭാഗത്ത് 3 കാറ്റഗറിയിലായിരുന്നു നമ്മൾ എൻട്രി ചെയ്തിരുന്നത്. ഷർട്ട്സ്, സാൻഡൽസ്, ഷൂസ് എന്നായിരുന്നു. അത് സെപ്പറേറ്റ് നമുക്ക് ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി ഐറ്റംസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഫിൽറ്റേഴ്സ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പിവോട്ട് ടേബിൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു ഡാറ്റയുടെ മുകൾ ഭാഗത്തായി ഐറ്റം എന്നുള്ള ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഓൾ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സാൻഡൽസ്, ഷർട്ട്സ്, ഷൂസ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്ത് സാൻഡൽസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം താഴെ ഓക്കെ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ലൊക്കേഷനിലും സാൻഡൽസ് എന്ന ഐറ്റംസിൽ നടന്ന സെയിൽ സമ്മറി മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇതുപോലെ ഷൂസ് എന്നുള്ള കാറ്റഗറി സെലക്ട് ചെയ്യുന്ന സമയത്തും ആ ഒരു സെയിൽ സമ്മറി മാത്രം ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഈ രീതിയിൽ ഫിൽട്ടർ എന്ന ഫംഗ്ഷൻ പിവോട്ട് ടേബിളിൽ നമുക്ക് ഉപയോഗിക്കാം. ഫിൽട്ടർ എന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സബ് ടോട്ടൽസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തു. സബ് ടോട്ടൽ ഡിസ്പ്ലേ ചെയ്യാതിരിക്കാൻ ഡു നോട്ട് ഷോ സബ് ടോട്ടൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഷോ ഓൾ സബ് ടോട്ടൽസ് അറ്റ് ബോട്ടം ഓഫ് ഗ്രൂപ്പ് എന്നുള്ള ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ലൊക്കേഷൻ്റെയും താഴ്ഭാഗത്തായിട്ട് ആ ഒരു ലൊക്കേഷനിലെ ടോട്ടൽ സമ്മറി ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം.
റിപ്പോർട്ട് ലേഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് ഷോ ഇൻ കോമ്പാക്ട് ഫോം എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എന്നുള്ള ഭാഗം ഹൈഡ് ആയത് കാണാം. ഷോ ഇൻ ഔട്ട്ലൈൻ ഫോം എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷന് താഴെ ബ്ലാങ്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഷോ ഇൻ ടാബുലർ ഫോം എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സെയിം കളർ തന്നെ താഴേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. റിപ്പീറ്റ് ഓൾ ഐറ്റം ലേബൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് മുകളിൽ എൻട്രി വന്നിരിക്കുന്ന ആ ഒരു സെയിം ലൊക്കേഷൻ തന്നെ താഴെ ഭാഗത്തും എൻട്രി ആയത് കാണാം. ഏറ്റവും താഴെ കാണുന്ന ഡു നോട്ട് റിപ്പീറ്റ് ഐറ്റം ലേബൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് എൻട്രി ചെയ്തിരുന്ന ആ ഒരു ലൊക്കേഷൻ റിമൂവ് ആയത് കാണാം. ഷോ ഇൻ കോമ്പാക്ട് ഫോം എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് ഡാറ്റ ഞാൻ കോമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാങ്ക് റോസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ബ്ലാങ്ക് ലൈൻ ആഫ്റ്റർ ഈച്ച് ഐറ്റം എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ലൊക്കേഷന് ശേഷവും ഒരു ബ്ലാങ്ക് റോ ഇൻസേർട്ട് ആയത് കാണാം. റിമൂവ് ബ്ലാങ്ക് ലൈൻ ആഫ്റ്റർ ഈച്ച് ഐറ്റം എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്ലാങ്ക് റോ റിമൂവ് ആയത് കാണാം. ബാൻഡഡ് റോസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ടിക്ക് ചെയ്യുന്ന സമയത്ത് സെല്ലിൻ്റെ ബോർഡർ കളർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോർമാറ്റിൽ ബ്ലൂ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ബാൻഡഡ് കോളംസ് എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് കോളങ്ങളുടെ ലൈനും ബ്ലൂ കളറിലേക്ക് വന്നതായിട്ട് കാണാം. പിവോട്ട് ടേബിൾ ഉപയോഗിച്ച് എക്സൽ വർക്ക്ഷീറ്റിൽ നിന്നും ഡാറ്റ സമ്മറി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മൈക്രോസോഫ്റ്റ് എക്സലിലെ മലയാളം വീഡിയോ ട്യൂട്ടോറിയലുകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.